കുട്ടികളൊക്കെ പരാക്രമങ്ങൾ കാട്ടുന്നത് സത്യത്തിൽ അവരവഗണിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ കുട്ടി പിറന്ന് 2 വർഷമായതിൻ്റെ ശേഷം എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, എൻ്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, കുടുംബത്തിലൊരു കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. ഈ കുട്ടിയെ കൊണ്ടുപോയാൽ ആ കുട്ടി അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പരാക്രമമോ മറ്റൊക്കെ കാട്ടിയ ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, ഞാനിതിന് മറുപടി പറയേണ്ടി വരൂലേ? ഞാൻ ഇങ്ങനെയൊക്കെ എത്രയെന്ന് വെച്ചിട്ട് ഞാൻ സഹിക്കുക. തങ്ങൾ വരുന്നത് തികച്ചും പ്രാദേശികമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നല്ല തങ്ങൾ വരുന്നത്. ആ സമയത്ത് മതാന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ തങ്ങൾ മഅ്ദിൻ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു വിപ്ലവം, ഞാൻ പറയുന്നത് തലയെക്കെട്ട് ധരിച്ചുകൊണ്ട് തന്നെ ടെക്നോളജി പഠിക്കുന്നു, ശാസ്ത്രം പഠിക്കുന്നു, വിവിധ അന്താരാഷ്ട്ര സർവകലാശാലയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു, അന്താരാഷ്ട്ര ജേർണലുകളിൽ എഴുതുന്ന മുതഅല്ലിമുകൾ ഉണ്ടാകുന്നു. ഇങ്ങനൊരു വലിയ മുന്നേറ്റം തങ്ങൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട്, 27 വർഷം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലമൊന്നുമല്ല, ഈ 27 വർഷം കൊണ്ട് തങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ ആകമാനമുള്ള മുസ്ലിം സാമൂഹിക ജീവിതവും വിദ്യാഭ്യാസ പരിസരമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് മഅ്ദിൻ്റേത് മാത്രമായ ചില അടയാളപ്പെടുത്തലുകൾ, അതാ തങ്ങൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നു, സ്പാനിഷ് ഭാഷ, ഫ്രഞ്ച് ഭാഷ പഠിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ കൾച്ചർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസം നമുക്ക് പരിചിതമല്ലാത്തൊരു വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ തങ്ങളേറ്റവും സഹായിച്ചൊരു ദേശം, തങ്ങൾ എവിടെയെങ്കിലും കണ്ട ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ എനിക്കിതിലെല്ലാം പ്രചോദനം വന്നരായ പിതാവ് അഹ്മദുൽ ബുഖാരി ഉപ്പയുടെ ചിന്ത വളരെ വിശാലമായിരുന്നു. അന്നത്തെ പോലെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ല. അന്നൊക്കെ വളരെ ദരിദ്രരും പരമദരിദ്രരുമായുള്ള കാലമാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ ധരിപ്പിക്കുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്തിയ ശീലയായിരിക്കും. 1974-75 കാലത്ത് ഞങ്ങൾക്ക് ടെർലിൻ, അന്ന് ഹീറോ പേന, അന്ന് സൈക്കോ 5 വാച്ച്. അപ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ഈ സൈക്കോ 5 വാച്ച് ഞങ്ങളുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. ഹീറോ പേന അല്ല ടെർലിൻ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വല്ലാതെ. എന്നാലോ അതടിക്കുന്നതാണെങ്കിലോ ഏറ്റവും പഴയ പണ്ഡിത വേഷത്തിൽ, തൊപ്പി ഒരിക്കലും തലേന്ന് ഒഴിവാക്കാൻ പറ്റൂല. അതിന് അപ്പം പഴയതും പുതിയതും സമന്വയിപ്പിച്ചു കൊണ്ടാണ് ചെറുപ്പത്തിലെ ഉപ്പ വീട്ടിൽ നിന്ന് വളർത്തി. എല്ലാ പത്രങ്ങളും നന്നായി ഇപ്പോൾ വായിക്കും. ഞങ്ങളൊക്കെ വന്ന് കത്ത് വെച്ചാൽ ഉപ്പ കത്തിൽ ലാസ്റ്റ് പേജിലുണ്ടാകും ശരി തെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയത് തെറ്റുകൾ. അങ്ങനെ ഓരോ പ്രഭാഷണങ്ങൾ സംസാരങ്ങളിലൊക്കെ സത്യത്തിൽ ഉപ്പായുടെ ഒരു ഇൻസ്പിറേഷനാണ്, ഉപ്പായുടെ ഒരു നിർബന്ധ മോട്ടിവേഷനാണ് ഞങ്ങളെ ഈ രംഗത്തേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് പാഠം ഉൾക്കൊണ്ടിച്ചുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്, ഞാൻ എപ്പോഴും പറയാറുള്ളതും, നമ്മൾ ഇപ്പം കുട്ടികളെ ഞാൻ പറയാറുള്ളത്, ഇനി നമ്മൾക്ക് സ്വപ്നം കണ്ടത് നോബൽ പ്രൈസ് ആയിരിക്കണം. ഇപ്പോൾ ഇക്കാലം 1909 മറ്റോ 809 മറ്റോ നോബൽ പ്രൈസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇക്കാലം വരെയായിട്ട് കേരളത്തിൽ ഈ 100 ചില വർഷത്തിനിടയിൽ കേരളത്തിൽ ആരും നോബൽ പ്രൈസ് നേടിയിട്ടില്ല. ഇന്ത്യ തന്നെ ജനിച്ച് വളർന്ന് മരിച്ചില്ലാണ്ട് 2 പേര് സി വി രാമനും ടാഗോറുമാണ് ഇത് കിട്ടിയത്. മറ്റൊരു 10 പേരുണ്ടെങ്കിൽ അവർ ജന്മം കൊണ്ട് ഇന്ത്യക്കാരായെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് നേടിക്കൂടാ? അതിലും ഞാൻ പ്രധാനമായിട്ട് ഇപ്പം വിശ്വസിക്കുന്ന കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിന് ഫാക്കൽറ്റീസിന് നൽകുന്ന പരിഗണന, അവരുടെ പെൻഷൻ ഇപ്പം അടുത്ത് ഞാനിവിടെ വായിച്ച് ഓർക്കുന്നുണ്ട്. എന്താണ് റേഡിയം മൂലം കണ്ടുപിടിച്ച 100 കൊല്ലം മുമ്പ് കൊടുത്ത പെൻഷൻ 4 കോടി അന്നത്തെ ഒരു ഫോറിൻ എന്തോ ഞാൻ മറന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാരക്കുന്ന് എസാലിയത്തിസാമിന് ഇപ്പോൾ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ മൊഹിദ്ദീൻ പഠനത്തിന് 6 കോടി രൂപ. ഇവിടത്തൊക്കെ ഇപ്പോൾ JRF SRF ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയൊക്കെ കൊടുക്കുന്ന സ്റ്റൈപ്പൻറ്റുകളൊക്കെ എത്രയാണ്? അപ്പോൾ ഈ രംഗത്ത് സാലറി ആണെങ്കിൽ നല്ല സാലറി. അപ്പം ഗവേഷണ വിദ്യാർത്ഥികളെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് നല്ല സാലറി കൊടുക്കുക, അവർക്ക് നല്ല ശമ്പളം കൊടുക്കുക, നല്ല പെൻഷൻ കൊടുക്കുക, അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കേരളം ഇവിടത്തേക്കാളൊക്കെ അതീവ ബുദ്ധിമാന്മാർ വരും എന്നുള്ളതാണ്, സ്ഥാനത്ത് വരും കഴിയുന്നതാണ്. പിന്നെ വേറൊന്ന് ഞാൻ മനസ്സിലാക്കണത്, എല്ലാ വെള്ളിയാഴ്ച റൂഹുള്ള വാക്കുകൾ പറഞ്ഞിരുന്നു കേരളത്തിലെ കുട്ടികളെക്കുറിച്ച്
മുൻ മുഖ്യമന്ത്രി ഹസീം പ്രേംജിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, കേരളത്തിലെ കുട്ടികൾ എത്രയോ ബുദ്ധിമാന്മാർ കേരളത്തിലുള്ള മക്കളൊക്കെ അതീവ ബ്രില്യൻ്റ് ആണല്ലോ, അന്തർദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ എത്തുന്നില്ലെന്നോ ചോദിച്ചപ്പോൾ 2 കാരണം. ഒന്നൊരു കോൺഫിഡൻസ് ഇല്ല, മറ്റൊന്ന് അവർക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ല. ഇത് രണ്ടും കേരളത്തിനെന്തോ നന്നേ കുറഞ്ഞു പോയി. അതായത് ഞാനിതിലും മനസ്സിലാക്കുന്ന വസ്തുത, സ്വാതന്ത്ര്യ സമരകാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നായകർ വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കരുത് അത് എന്നൊക്കെ പറഞ്ഞ് മഹാത്മാഗാന്ധി മൗലാന ഷൗക്കത്തിലും കേരളത്തിൽ വന്നു. കോഴിക്കോട് 1920 സെപ്റ്റംബറിലായിട്ടാണ് 20 എൻ്റെ ഓർമ്മ, കോഴിക്കോട് വന്നിട്ട് അന്ന് തൊട്ട് കേരളം ഒരു പിന്നോട്ട് വല്ലാതെ പോകുന്ന വിശേഷമാണ്. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ 500-400 കൊല്ലം മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ പോയി, അവിടുന്ന് പഠിച്ചു. അതുപോലെ തന്നെ അക്കാലത്ത് പൊന്നാനിയിലേക്ക് ജാവയിൽ നിന്നും, അതുപോലെ തന്നെ മറ്റ് മലേഷ്യയിൽ നിന്നും, അതുപോലെ തന്നെ ഇന്തോനേഷ്യ പല ഭാഗത്തുനിന്നും ഇബ്നു ഹജർ തങ്ങൾ വരെ വന്നു. ഇങ്ങനെ തുടങ്ങി ആ ഒരു ചരിത്രം അഴിച്ച ഇന്നും ആ ഒരു രംഗത്തേക്ക് നമ്മൾ കേരളം ഇപ്പോഴും എത്തിയിട്ടില്ലല്ലോ. അപ്പം ഒരു കാലത്തെ കേരളത്തിൻ്റെ ആ പഴയകാല പ്രതാപത്തിലേക്ക്, ആ മഖ്ദൂമുമാരുടെ ആ പാരമ്പര്യത്തേക്ക് ഇപ്പോഴും കേരളം എത്തിയിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഈ അടുത്ത് തങ്ങൾ നേതൃത്വം നൽകിയ ഒരു നിക്കാഹ് സദസ്സിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 10 മിനിറ്റ് സംസാരിച്ചു. വിവാഹത്തിന്റെ പ്രാധാന്യം, അതിന്റെ പരിശുദ്ധി, വിവാഹ മോചനങ്ങൾ വർദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾക്കിടയിൽ വിവാഹ ബന്ധ തകർച്ചകള്, ഇതൊക്കെ പറഞ്ഞു. ചൈനയെ തങ്ങൾ ഉദാഹരിച്ചു. അങ്ങനെ ആഗോളതലത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംക്ഷിപ്തമായൊരു പ്രസംഗമായിരുന്നു. അപ്പം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബന്ധു എന്നോട് ചോദിച്ചു, തങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ അപ്ഡേറ്റഡ് ആകുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പുതിയ കാലത്ത് ആളുകൾ പറയാറുള്ളത് എനിക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളതാണ്. വായിക്കാൻ സമയമില്ല, പത്രം വായിക്കാൻ പോലും സമയമില്ല എന്നുള്ളത് പുതിയ തലമുറ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാരണമാണ്. തങ്ങൾ ഈ തിരക്കുകൾക്കിടയിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആത്മീയ വേദികളിൽ പോകാറുണ്ട്, പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്ഥാപനത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും തങ്ങളുടെ കണ്ണെത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് തങ്ങളുടെ വായന മുന്നോട്ട് പോകുന്നത്? അതറിയാൻ ഒരു താല്പര്യമുണ്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു വാസനയാണ്, കിട്ടുന്ന ഒരാൾ, ആ ഒരാളോട് നമുക്ക് 1 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ഉപകാരപ്രദമാകുന്ന ഒരു സംസാരമാണ്. ആദ്യകാലങ്ങളിലൊക്കെ എന്നെ പരിഹസിച്ചവരും മക്കാറാക്കിയവരൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഉൾക്കൊണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ നന്നായെങ്കിൽ, അതിപ്പോൾ ഏത് വേദിയിലാണെങ്കിലും ശരി, ഞാൻ എന്തെങ്കിലും പറയാതിരിക്കാറില്ല. പക്ഷേ ഒരിടത്ത് പറഞ്ഞത് പിന്നെ ആവർത്തിച്ച് പറയാമെന്നുള്ള തീരോട് എനിക്ക് തീരെ യോജിപ്പില്ല. അപ്പോൾ പുതിയത് കേൾക്കുമ്പോൾ, പുതിയ ഭക്ഷണം കാണുമ്പം പഴയ ഭക്ഷണത്തോട് ഒരു മടുപ്പുള്ള, രാവിലെ കൊടുത്ത് തന്നെ ഉച്ചക്ക് കൊടുക്കുക, ഉച്ചക്ക് കൊടുത്ത് തന്നെ രാത്രി കൊടുക്കുക എന്നുള്ളത് ഒരു ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ എന്ന പോലെ അതിനൂതന വിഷയങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ ഇന്ന് പത്രങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മീഡിയകൾ, ബുക്കുകളും മറ്റ് പലതും വായിക്കും. കൂടുതൽ ഞാനതിന് ഉപയോഗപ്പെടുത്താറുള്ളത് എൻ്റെ യാത്രാ ടൈമുകളാണ്. പലപ്പോഴും യാത്രയിലാവുമ്പോൾ ഒട്ടുമിക്ക പത്രങ്ങളിലെയും എഡിറ്റോറിയലുകൾ വായിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വിഷയങ്ങളെക്കുറിച്ച് ബുക്കുകൾ വായിക്കുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. തീർച്ചയായും തങ്ങൾ പിന്നെ നമ്മൾ ഈ വായനയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഷെയ്ഖുന ഉസ്താദിന്റെ വിശ്വാസപൂർവ്വം എന്നുള്ള ആത്മകഥ പുറത്തിറങ്ങിയാണ്. ഉസ്താദിന്റെ ജീവചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമുള്ള ഒരു മുസ്ലിം ചരിത്രവും കൂടിയാണ്. തങ്ങൾ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ഡിതന്മാരുടെ ഉസ്താദന്മാരുടെയും ഭാഗത്ത് നിന്ന് ഇത്തരം രചനകൾ ഉണ്ടാകുന്നില്ല എന്നത് ഒരു അപര്യാപ്തതയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് ഉസ്താദന്മാരുടെയൊക്കെ വിനയം കൊണ്ടുകൂടിയാണ് അവർ ജീവചരിത്രം എഴുതേണ്ടത്. പക്ഷേ തലമുറകൾക്ക് കിട്ടേണ്ട വലിയ അറിവുകളാണ് ഇല്ലാതായി പോകുന്നത്. ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് തങ്ങൾക്ക് അഭിപ്രായമല്ലേ? ഞാനതിൽ മം വർറഹ താരീഖൻ ഫകന്നമാഹിയ ഉമൻ ഖറൗഹു ഫകന്നമാസാറ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബയോഡാറ്റ, അയാളുടെ ആത്മകഥ, അയാളുടെ ചരിത്രം രചിച്ചാൽ ആ മരിച്ചുപോയ വ്യക്തിയെ പുനർജീവിപ്പിച്ചതിന് തുല്യമാണ്. അത് വായിച്ചാൽ അവരെ സന്ദർശിച്ചതിന് തുല്യമാണെന്നൊരു ഹദീസുണ്ട്. അതുപോലെ തന്നെ മൻ ലൈസലഹു മാദി ലൈസലഹു ഹാദിറും വലാ മുസ്തഖ്ബിൽ, ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാതിരുന്നാൽ പ്രസൻറ്റും ഫ്യൂച്ചറും ക്ലിയറാക്കാൻ കഴിയില്ല എന്ന വാക്യമുണ്ട്. അതുപോലെ തന്നെ മൻ അള്ളാഫില ഉംദിഹി അമാറ മമ്മല അള്ളാഫില ഉംദിഹി അഖ്ബാറ മമ്മല
മൻ അള്ളാഫിലാവുംഡിഹി അഹ്മാറമല്ല അള്ളാഫിലാവുംഡിഹ അമാറമല്ല. പൂർവികരുടെ കാലങ്ങളെ ചരിത്രങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ആയുസ്സും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഓരോ ആത്മകഥകൾ, ഓരോ ബയോഗ്രഫികൾ, ഇതൊക്കെയാണ്. കാരണം അത് നമുക്കിങ്ങനെ മനസ്സിലാകും. പ്രത്യേകിച്ച് മഹാനായ ശൈഖുനാ സുൽത്താനുൽ മക്കാന്തപുരി ഉസ്താദിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു വളരെ കുഗ്രാമത്തിലെ ഒരു കുടിലിൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാലത്ത്, പ്രയാസപ്പെട്ട സമയത്ത് ജന്മം, അതിന്ന് ലോകോത്തര പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ലോകത്തിന് ധാരാളം മാതൃകൾ സംഭാവന ചെയ്യാൻ പറ്റിയ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുമ്പോൾ അതെല്ലാവരും അത് വായിക്കണം. എന്നിട്ട് ഞാനും അതുപോലെ ആവണമെന്നൊരു ചിന്ത എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ വായിച്ചു തീർത്തിരുന്നു. വായിച്ചു തീർക്കുന്നല്ല, ഞാനത് എനിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വായിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പം കിട്ടുന്ന മുഴുവൻ വേദികളും ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. നമ്മൾ മലപ്പുറമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പലരും ഉന്നയിക്കാറുള്ളത് സ്ത്രീകളുടെ വിദ്യാഭ്യാസമാണ്. മലബാറിനെ കുറിച്ച് മൊത്തത്തിൽ പറയാറുണ്ട്. അത് ജനസംഖ്യാപരമായി മുസ്ലിങ്ങൾക്ക് ഉള്ള ഒരു മേൽക്കൈയെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് മതപണ്ഡിതന്മാരെ അവരെ അടുക്കളയിൽ തളച്ചിടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാലത്തും ചില സ്വതന്ത്ര ചിന്തകരൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിലും സ്ത്രീകളുടെ സാമൂഹിക ശാക്തീകരണത്തിലും മഅ്ദിൻ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് അതെങ്ങനെയൊക്കെയാണ് എന്നൊന്നും കൂടി പറയാം. എന്തെല്ലാമോ തെറ്റിദ്ധാരണകളെന്നേ ഞാൻ മനസ്സിലാക്കുള്ളൂ. സത്യത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ആയിഷ ബീവിയുടെ അതീവ ബുദ്ധിയും അതീവ ഓർമ്മശക്തിയും വിഷയങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കാനുള്ള ഗ്രാഹ്യശക്തിയുമെല്ലാം കണ്ടിട്ടാണ്. ഇന്നതിൻ്റെ തെളിവല്ലേ എല്ലാ ഹദീത്തുകളും, സ്ത്രീ സംബന്ധിയായ എല്ലാ ഹദീത്തുകളും ആയിഷ ബീവിയെ തൊട്ടുള്ള നിവേദനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അക്കാലത്ത് തന്നെ കുടുംബജീവിതത്തിൽ തന്നെ ഇത്രയും വലിയ ത്യാഗത്തിന് തയ്യാറായത് സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ടാണ്. മാത്രമല്ല, ലോകത്താദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എന്ന സങ്കല്പം വന്നത് മൊറോക്കോ തലസ്ഥാനമായ ഫാസിൽ ജാമിത്തുൽ ഖറാവിയൻ ഫാത്തിമ ഫീരി റളിയല്ലാഹു അൻഹയാണ്. ലോകത്താദ്യം കനാൽ എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത് ഹാറൂൺ റഷീദ് രാജാവിൻ്റെ ഭാര്യ സുബൈദ റളിയല്ലാഹു അൻഹയാണ്. 88,000 പവനറ്റാണ് അതിനു വേണ്ടി അവർ ചിലവഴിച്ചത്. അങ്ങനെ ലോക ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പൂർവികരായ മഹദിമാർ ധാരാളം. അടുത്ത കാലത്ത് എൻ്റെ ഇപ്പം മഹാനായ ശൈഖുനാ സുൽത്താനുൽ മക്കാന്തപുരി ഉസ്താദിന് ബുഖാരി തുടങ്ങിക്കൊടുത്തത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു. ആ ഷെയ്ഖ് ഹസ്രത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഹൈലിൻ്റെ ബാബു, അതുപോലെ തന്നെ അവരുടെ ഭാര്യയോട് കുട്ടിയാമൊയ്ലിയുടെ മകള്, ഇങ്ങനെ തുടങ്ങിയാൽ സ്ത്രീകൾ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇടക്കാലത്ത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ സ്ത്രീകളെ പൂർണ്ണമായും താഴെപ്പെടുന്ന ഒരവസ്ഥ പണ്ട് കാലങ്ങളിൽ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മളും പെട്ടുപോയി, എല്ലാവരും പെട്ടുപോയി എന്നുള്ളത്. അല്ലാതെ സ്വഹാബിയത്തിലാണെങ്കിലും അതുപോലെ താബീയങ്ങളാണ്. ഇപ്പോൾ ബുഖാരിൻ്റെ റാവിമാരുടെ കൂട്ടത്തിൽ കരീമ റളിയല്ലാഹു അൻഹ, അങ്ങനെ ഇപ്പോൾ ഒരു 10 വാളിൽ പുതിയ കിതാബ് ഇപ്പോൾ സ്ത്രീകൾ ലോകത്തിന് സമ്മാനിച്ച വലിയ വലിയ സംഭാവനകൾ. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് മഅ്ദിൻ തുടക്കം തൊട്ടേ സ്ത്രീ ശാക്തീകരണം നന്നായിട്ട്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ ഉൾക്കൊള്ളുന്ന അത്തരം ഒരു പുരുഷന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പരീക്ഷയിലെ റാങ്കുലും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ്. മാത്രമല്ല, സ്ത്രീകളെ പഠിപ്പിച്ച ഈ ഗരോ മാർച്ച്, പിക്കറ്റ് അതൊക്കെ വളരെ കുറവായിരിക്കും. ആ ഒരു വിഷയം നന്നായി ഉൾക്കൊള്ളുകയും ചെയ്യും. അതിൽ അനുസരിച്ച് അത് ജീവിതത്തിൽ ഒരു സ്ത്രീ ഏറ്റവും ചുരുങ്ങിയൊരു മദ്രസയാണ്. കാരണം ഒരു 3-4 മക്കളെ അവൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ജോലി തിരക്കിൽ നമ്മുടെ മക്കളെ കൂടെ എത്ര സമയം ഇരിക്കാൻ കഴിയും? കുറഞ്ഞ സമയത്തിലിരിക്കാൻ കഴിയുള്ളൂ. അതേ സ്ഥാനം നമ്മുടെ ഭാര്യമാരായിരിക്കുമല്ലോ കുട്ടികളുടെ എല്ലാ അറ്റാച്ച്മെൻറ്റും ഉണ്ടാകുക. അപ്പോൾ ആയതുകൊണ്ടാണ് ആദ്യം സ്ത്രീകൾക്ക് മാത്രം ഷീ ക്യാമ്പസ് ആയിട്ടും ദാറു സഹ്റയായിട്ടും ക്യൂലാൻഡായിട്ടും യാ ക്യാമ്പസ് ആയിട്ടും ഒക്കെ അങ്ങനെ 5 ക്യാമ്പസ് സ്ത്രീകൾക്ക് മാത്രം തുടങ്ങാനുണ്ടായ കാരണം. നമ്മൾ കേരളത്തിൻ്റെ ചില പുതിയ പഠനങ്ങളിൽ കാണുന്നത് ഈ മാനസിക ധൈര്യം വളരെ കുറഞ്ഞു വരുന്ന ആളുകൾക്കിടയിൽ നിന്നാണ്. ചെറിയ കാര്യങ്ങളിൽ അവർ വല്ലാതെ നിരാശയിലേക്ക് വീണു പോകുന്നു, ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്നു, വിഷാദം സംഭവിക്കുന്നു. ഇങ്ങനെ പലതരം പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ വിദ്യാസമ്പന്നർ എന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്കിടയിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്.
തങ്ങൾ പല ലേഖനങ്ങളിൽ ചെറുപ്രസംഗങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിടാൻ കഴിയാതെ വീണുപോകുന്ന തലമുറയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പുതിയ തലമുറ രൂപപ്പെട്ടു വരുന്നു എന്നാണ് പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ മതി, ഈ പരീക്ഷയിൽ തോൽക്കുമോ എന്ന് പേടിച്ചിട്ട് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ കാലം. അങ്ങനെ ഒരു കാലത്ത് ഈ രക്ഷിതാക്കളെ, കുട്ടികളെയൊക്കെ വലിയ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ മഅദിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഈ അടുത്ത് നീറ്റ് പരീക്ഷ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ആതിഥേയത്വം വഹിച്ച സ്ഥാപനം മഅദിനാണ്. അത് തീർച്ചയായും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ കണ്ട ആളുകളൊക്കെ അതേക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഈ രീതിയിൽ ഒരു സാമൂഹിക ശാക്തീകരണം കൂടി മഅദിന് സാധ്യമാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച ഒന്ന സൂറത്തുൽ കഹ്ഫിൽ വാമൽ ഗുലാമു ഫക്കാന അബാഹു മുനിഫിനാൻ വക്കുഫ്ര എന്ന ആയത്തിൽ ഇങ്ങനെ പറയുന്നുള്ള ആ കുട്ടിയുടെ കാര്യത്തിൽ വമ്മൽ ജിദാറു ഫക്കാലു ഖാമിനി തീമീനി ഫിൽ മദീന വക്കാനത്തെ കൻസുല്ലൗമ. ഈ നിധി എന്ന് പറഞ്ഞാൽ ആ നിധി സ്വർണം വെള്ളിയൊന്നുമല്ല എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. പക്ഷേ അതൊരു പലകയിൽ എഴുതപ്പെട്ട കുറച്ച് വിജ്ഞാനികൾ ഖളാ ഖദർ വിശ്വസിക്കുന്ന ഒരുത്തൻ പിന്നെ എങ്ങനെയാണ് അവൻ മനസ്സ് പതറിപ്പോവുക? അങ്ങനെ കുറേ കാര്യങ്ങളിൽ എഴുതിയതുണ്ട്. ഇപ്പം പൂർവികരുടെ ചരിത്രം വായിച്ച അബ്ദുൽ മുബാറക് ഫുദൽ റളിയല്ലാഹു തആല തങ്ങൾ 30 കൊല്ലം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവിയിൽ വെറും തൗബയിലായിരുന്നു. അതൊക്കെ ചിരിച്ചൊരൊറ്റ തവണയാണ് മകൻ മരിച്ചെന്ന്. ഖാദി ശുറൈഹ് റളിയല്ലാഹു തആല തങ്ങളെ മകൻ മരിച്ചെന്ന് അവർ പറഞ്ഞു, ഞാൻ 4 കാര്യങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നു. ഒന്ന്, എൻ്റെ ഒരു മകനെ മരിച്ചിട്ടുള്ളൂ. മറ്റൊന്നും മറ്റു മക്കളില്ലേ. 2, എനിക്ക് എൻ്റെ മുസീബത്ത് ദുന്യവി ആവശ്യത്തിൽ ആഖിറത്തല്ലല്ലോ. മറ്റൊന്ന്, എനിക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കഴിഞ്ഞില്ലേ. അങ്ങനെ എനിക്ക് മറ്റൊന്ന്, എനിക്ക് ക്ഷമ അല്ലാഹു തആല നൽകിയില്ല. അങ്ങനെ നമ്മുടെ പൂർവിക ചരിത്രം വായിക്കുമ്പോൾ അല്ലാഹ് ഖദറിൽ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ഏത് പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും. ഇന്നത്തെ ആധുനിക തലമുറകൾക്ക് അതില്ലാതായി പോകുന്നതാണ്. ഇതിൻ്റെ വലിയ സങ്കടം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മദ്രാസ് IIT, അഹമ്മദാബാദ് IIM, ഡൽഹി എയിംസ് ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 5 കൊല്ലങ്ങൾക്കിടയിൽ 128 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് കഴിഞ്ഞ വർഷത്തെ പാർലമെൻറ്റിൽ വ്യക്തമാക്കപ്പെടെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 13,500 കുട്ടികൾ ഇടക്കാലത്ത് ഡ്രോപ്പ് ഔട്ടായി എന്നുള്ളത്. അപ്പോഴാണ് ഇന്ന് പിന്നെ കേരളത്തിലൊക്കെ എത്രയാണ് ആത്മഹത്യ വരുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബൈക്കപകടങ്ങൾ എത്രയാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അതൊക്കെ കുട്ടികൾ നന്നാക്കി താക്കീത് നൽകും. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ 4-5 കൊല്ലം മുമ്പ് ഒരാൾ ബൈക്ക് അപകടത്തിൽ മരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോയി, എൻ്റെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതിന് തുടർന്ന് 3-4 ബൈക്ക് അപകടങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഇവിടെ ആര് ബൈക്ക് അപകടത്തിൽ മരിച്ചാലും ഞാൻ ആ മയത്തിന് ജനാസയിലും കൂടില്ല, ഒന്നിലും കൂടില്ല. കാരണം ഞാൻ പഠിക്കുമ്പോൾ അധികവും ഓവർ സ്പീഡ്, ഹെൽമറ്റ് ധരിക്കാത്തത്, അല്ലെങ്കിൽ അവർ 3 ആളുകളിൽ അതിലേറെ യാത്രക്കാർ നിയമവിരുദ്ധമായി ലൈസൻസ് ഇല്ലാത്തത്. അപ്പോൾ ഈ നിയമവിരുദ്ധമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യയാണെന്നും അതിലൂടെ വല്ലവർക്കും സംഭവിച്ചാൽ അത് കൊലയാണെന്നും അങ്ങനെ പോയി ഞാനൊക്കെ കിട്ടുന്ന വേദികളൊക്കെ നന്നായി പറയാറുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു 4-5 കൊല്ലം അതിൽ ഒറ്റ ബൈക്ക് അപകടവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഖളാഹ് ഖദറിലും യഥാർത്ഥ ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ അവർക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാകില്ല. അപ്പോൾ അവിടെ ഇതിനായിട്ട് മിംഹാർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തന്നെ പ്രവർത്തിക്കുന്നു. 30 ഡോക്ടർമാരോടെ വരുന്നുണ്ട്. പക്ഷേ അവിടെയും ഏറ്റവും കൂടുതൽ കുട്ടികൾക്കൊരു സമാധാനം, സന്തോഷം, ധൈര്യം എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സൈക്കോളജിക്കലായിട്ട് അവിടെ ചെയ്യുന്നത്. ഒരു ചോദ്യവും കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ വന്നു. മഅദിൻ അക്കാദമിയുടെ 2050 ഒരു വിഷൻ എന്താണ്? വലിയ വലിയ പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ഇവിടുത്തെ നമുക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ഒക്കെ വിദേശ രാജ്യത്ത് വരാൻ ഇഷ്ടം പോലെ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് വിസ കിട്ടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റികൾക്ക് NOC കൊടുക്കുക എന്ന് പറഞ്ഞത്
ഇതൊക്കെ കിട്ടാനിപ്പോൾ കേരളത്തിലുള്ള പ്രയാസങ്ങളും വിഷമവും ചില്ലറല്ലല്ലോ. അങ്ങനെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വേൾഡിൽ നമ്പർ 1 സ്ഥാപനം ആക്കണം എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അതായത് മതഭൗതിക സാങ്കേതിക രംഗത്ത് ധാരാളം സയൻറ്റിസ്റ്റുകൾ ലോകത്തിന് സംഭാവന നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോബൽ പ്രൈസ് ജേതാക്കളെ സമൂഹത്തിന്, അതുപോലെ തന്നെ സിവിൽ സർവീസ് മേഖലയിലൊക്കെ വളരെ കൂടുതൽ കുട്ടികളെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ചറ്റക്കുടികളിൽ നിന്നും ഇന്നിപ്പോൾ ഈ 27 വർഷം കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ LKG തലം തൊട്ടുള്ള തുടങ്ങിയത്, ഇപ്പോൾ അത് 30,400 കുട്ടികൾ ആയിത്തീരാൻ തുടങ്ങിയല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ഇത്യാദി വലിയ വലിയ സ്വപ്നങ്ങളാണ് എൻ്റെ മനസ്സുള്ളത്. പക്ഷേ ഞാനതുകൊണ്ട് എന്നാലാകുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. മൈദീൻ അക്കാദമിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 118 കുട്ടികളുമായിട്ട് വളരെ ലളിതമായി തുടങ്ങി. ഇപ്പോൾ 30,000-ലേറെ 30,400 കുട്ടികളിൽ എത്തി നിൽക്കുന്ന വലിയൊരു മുന്നേറ്റമുണ്ട്. മൈദീൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്ന് ലളിതമായി പരിചയപ്പെടുത്താമോ? അതായത് ഇപ്പോൾ 54 സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഫാർമസി കോളേജുണ്ട്, പോളിടെക്നിക് ഉണ്ട്, MBA MBA ഉണ്ട്, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഭൗതിക കലാലയങ്ങളുണ്ട്. അതോടുകൂടെ തന്നെ മതപരമായ സ്ഥാപനങ്ങൾ, അഹ്ലുബൈത്ത് മാത്രം പഠിക്കുന്ന 10-400 അഹ്ലുബൈത്ത് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ശരീഅത്ത് കോളേജ്, ദഅവ കോളേജുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ. അതിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചും എനിക്ക് വലിയ സമാധാനം നൽകുന്നതാണ് ഏബിൾ വേൾഡ്, അതുപോലെ തന്നെ ഏബിൾ ഷോറ്, അതുപോലെ ഹോസ്പേസ്, അതുപോലെ മിംഹ, ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങൾ. അഥവാ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാണ് 10-27 വർഷം മുമ്പ് ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞത്, ഒരു 10-28 വയസ്സായ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറയാം, ഒന്നിരിക്കും എൻ്റെ കുട്ടി മരിക്കാൻ ദ്വാരക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ 10 മാസം എത്ര പ്രയാസപ്പെട്ടാണ് നിങ്ങളെ കുട്ടിയെ ഗർഭം ചുമന്നത്? നിങ്ങൾ ആ പ്രസവിക്കുമ്പോൾ മരണത്തിൻ്റെ പാതി വേദന സഹിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങളെ കുട്ടി മരിക്കാൻ നിങ്ങൾ ദ്വാരക്കാൻ പറയും. എന്താണ് ഉമ്മ നിങ്ങൾ പറഞ്ഞത്? അത്ഭുതത്തോടെ ചോദിച്ചു. ആ ഉമ്മയുടെ പ്രതികരണം വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ കുട്ടി പിറന്ന് 2 വർഷമായതിൻ്റെ ശേഷം എൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, എൻ്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, കുടുംബത്തിലൊരു കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. ഈ കുട്ടിയെ കൊണ്ടുപോയാൽ ആ കുട്ടി അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പരാക്രമമോ മറ്റൊക്കെ കാട്ടിയ ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, ഞാനിതിന് മറുപടി പറയേണ്ടി വരൂലേ? ഞാൻ ഇങ്ങനെയൊക്കെ എത്രയെന്ന് വെച്ചിട്ട് ഞാൻ സഹിക്കുക? ഇത്യാദി വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച മനസ്സാതി കുട്ടികളൊക്കെ പരാക്രമങ്ങൾ കാട്ടുന്നത് സത്യത്തിൽ അവരവഗണിക്കുന്നത് കൊണ്ടാണ്. അവരെ ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോക്കിയാൽ അറിയാം, കുട്ടികളൊക്കെ എല്ലാവരും സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ സ്ലേറ്റും പെൻസിലും എടുക്കുമ്പോൾ ഒരു കുട്ടിയോട് മാത്രം അവരാദ്യം എടുക്കും, ഈ പോകണ്ട, ഈ എടുക്കണ്ട എന്ന് പറയുമ്പോൾ അവരുടെ മാനസിക പിരിമുറുക്കം, പ്രയാസം എന്ന് പറഞ്ഞാൽ ചിലരല്ല, അത് ആർക്കാണെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു സംഭവമാണ്. വലിയ ഒരു നേതൃരംഗത്ത് വിളിച്ചു, എല്ലാവർക്കും 27,000 കാർ പാസ് കൊടുത്ത്, അതിലൊരാൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അയാൾക്ക് പിന്നെ കാർ പാസ് കൊടുത്ത വീണ് പോകുന്നു കരുതി. പിന്നെ അയാൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും കാർ പാസ്, ഇത് ഇയാളെ കയ്യിൽ മാത്രം കാർ പാസ് ഇല്ല. അപ്പോൾ അയാൾ ചോദിച്ചു, ഇതാരെ തന്ന്? ഇയാൾ. അപ്പോൾ അയാൾ വിളിച്ചിട്ട് ഏറ്റവും പൈസ, ഇന്ന അവഗണിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സത്യത്തിൽ ഇയാൾ ഉറങ്ങിയതാണെന്ന് ഇയാൾക്ക് തിരിയുന്നില്ല. ഇയാളെ കയ്യിൽ കാർ പാസ്. അപ്പോൾ ഈ അവഗണന, ഒരു കാർ പാസ് എന്ന് പറഞ്ഞപ്പോൾ എന്തൊന്നുമല്ലല്ലോ, ചെറിയ പ്രശ്നം. ഇപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണെങ്കിലും ശരി. അപ്പോൾ ഈ വീട്ടിലെ ഈ അന്തരീക്ഷങ്ങളാണ് കുട്ടികളെ സൈഡാക്കുക, മാറ്റി നിർത്തുക, അവരെ നെഗറ്റീവായിട്ട് പറയുക. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ആ ബോധം തന്നെ, ഇപ്പം മലയാളത്തിൽ പറയുന്ന പദം തന്നെ കുറേ കാലം കണ്ണേ കാഴ്ചയില്ലാത്തവർ, അല്ലെ അന്ധന്മാർ, ബധിരന്മാർ, മൂകന്മാരാണ് ഇപ്പോൾ പറഞ്ഞ ഭിന്നശേഷിക്കാർ. ഇതിൻ്റെ അർത്ഥം എന്തല്ലേ? അവർക്ക് മറ്റു കഴിവില്ല എന്നല്ലേ പറയുന്നത്. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് UAE ഗവൺമെൻറ് വിളിക്കുന്ന പേരാ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, മനക്കരുത്തുകളുടെ ഉടമ. മാത്രമല്ല അവരുടെയൊക്കെ കഴിവുകളുടെ മുമ്പിൽ നമ്മൾ ലജ്ജിക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ റംസാൻ ആദ്യത്തെ വെള്ളിയാഴ്ച അവിടെ ബാങ്ക് വിളിച്ചത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളാണ്, ഉമർ അക്തം അദിനി. ഖുതുബ ഓതിയത് ഷബീർ അദിനി. ഖുതുബിൻ്റെ ശേഷമുള്ള പ്രഭാഷണം നടത്തിയത് ഹാഫിൽ സിനാൻ അദിനി. ഇവരൊക്കെ എത്ര അപാര ബുദ്ധി, അവരൊക്കെ ശൈലി, ഈണം, സ്വഭാവങ്ങൾ. അതുപോലെ ജലാലുദ്ദീൻ അദിനി 9 വർഷം കൊണ്ടാണ് ABCD തൊട്ട് പഠിച്ചിട്ട് SLCയും +1ഉം +2, അതുപോലെ തന്നെ JRFും, അതുപോലെ തന്നെ കിതാബുകൾ അദിനി ബിരുദവും, അതുപോലെ തന്നെ ഇബ്നു മാലിക് തങ്ങളുടെ അൽഫിയും ഇബ്നു മുഅയ്യിദ് തങ്ങളുടെ അൽഫിയും തമ്മിൽ താരതമ്യപ്പെടുത്തി നടത്തി PhD. ഇത് കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ള 10-12 ലക്ഷം രൂപയുള്ള കാറ് നേടി ഒരു കമ്പനി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ അപാരമായ കഴിവുകളുണ്ട്. അത് ഓരോ കുട്ടിയിലും അത്
എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ അള്ളാഹു തആല വേറെ പകരം പലതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ശാക്തീകരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ യതീംഖാന പേരില്ല, ആബിൾ ഷോർ എന്നാണ് യതീംഖാന. ആ പേര് തന്നെ നമ്മൾ മാറ്റണം. അവരെ അങ്ങനെയൊക്കെ ഈ അഭിസംബോധന ചെയ്യുന്നിടത്ത് തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒരു യതീം കുട്ടി എന്ന് കേൾക്കും, സത്യത്തിൽ ആ കുട്ടിയുടെ മനസ്സിൽ ആ വാപ്പയും വാപ്പയുടെ മരണവും ആ വാപ്പയുടെ അഭാവമൊക്കെയാണ് എന്താകുന്നത് വരുന്നത് പെട്ടെന്ന് മനസ്സിൽ. അപ്പം അതിനൊരു അവസരം ആ കുട്ടിക്ക് കൊടുക്കരുത്. ഏറ്റവും നല്ല പേരുകൾ കുട്ടികളെ ഏറ്റവും അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ വിളിച്ചാൽ അത് അവർക്ക് വലിയ പ്രചോദനമായിരിക്കും. അതുകൊണ്ടാണ് ഏബിൾ ഷോർ, ഏബിൾ വേൾഡ്, ഹോസ്പേസ് ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത പേരുകളൊക്കെ. നമ്മൾ പിന്നെ മഅദിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആത്മീയ ഭാഗം പ്രത്യേകം പരാമർശം അറിയിക്കുന്നുണ്ട്. നിരവധി സദസ്സുകൾ അവിടെ നടക്കാറുണ്ട്. പള്ളികളിലും പള്ളിക്ക് പുറത്തായിട്ട് വലിയതും ചെറുതുമായ സദസ്സുകൾ നടക്കാറുണ്ട്. റമദാനൊക്കെ 30 ദിവസവും മഅദിൻ ഗ്രാൻഡ് മോസ്ക് ആഘോഷത്തിമർപ്പിലാണ് ഉണ്ടാകാറുള്ളത്. മഅദിനിലെ ആത്മീയ സദസ്സുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ സ്വലാത്ത് മജ്ലിസുകളാണ് ഏറ്റവും ആളുകളുടെ പങ്കാളിത്തം. വിശേഷ 27 രാവിലൊക്കെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരാണ് പല നാടുകളിൽ നിന്ന് വന്നു ചേരാറുള്ളത്. ഈ സ്വലാത്തിനെ ഒരു വികാരമാക്കി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്നതിന് ഈ മജ്ലിസുകൾ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അത് വ്യക്തിപരമായ ആളുകൾക്കും വലിയ അനുഭവങ്ങൾ, അവർക്ക് പല ഗുണങ്ങളും അവരെടുത്ത് പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്വലാത്തിനെ ഒരു വികാരമാക്കി വളർത്തിക്കൊണ്ടുവരുന്ന വിധത്തിലൊരു മജ്ലിസ് സംഘടിപ്പിക്കുക എന്ന ആശയം അത് തങ്ങൾക്ക് ഉസ്താദുമാരിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉപ്പയിൽ നിന്നോ അങ്ങനെ കിട്ടിയതാണോ, തങ്ങളുടെ തന്നെ ആലോചനയുടെ ഫലമായി സംഭവിച്ചതാണോ? കഴിഞ്ഞ ഹജ്ജിന് മഹാനായ സമസ്ത ഖലീഫത്തുൽ പ്രസിഡന്റ് റയീസുലമ ഉണ്ടായിരുന്നു. അപ്പോൾ ദുൽഹജ്ജ് ഇന്ന് റയീസുലമയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ വലിയ പണ്ഡിതന്മാർ ധാരാളം അവരുടെ റയീസുലമ പറയുന്നുണ്ട്, ഖലീൽ തങ്ങൾ ഈ സ്വലാത്ത് ഇപ്പം തുടങ്ങിയതൊന്നല്ല, തങ്ങൾ ബാക്കിയാത്ത് പഠിക്കുന്ന കാലത്തെ ധാരാളം ആത്മീയ മജ്ലിസ് സ്വലാത്തൊക്കെ അവിടെ നടത്താറുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും സത്യത്തിൽ ഞാൻ ബാക്കിയാത്ത് പഠിക്കുമ്പോൾ വലിയൊരു CMCയിലാണ് അന്ന് ഇവിടെ വലിയ ഗുരുതരമായ കേസുകളൊക്കെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ് ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ അപ്പോൾ എത്രയോ വലിയ കേസുകൾ സ്വലാത്തിൽ രക്ഷപ്പെടുന്നത്. എനിക്കിത് ചിന്ത വരുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എന്ത് പ്രയാസവും വിഷമം ഉണ്ടായ ഉപ്പ പനി എന്ന് പറഞ്ഞാൽ ഉപ്പ ആദ്യം സ്വലാത്തില്ലി മന്ദിർ ചെന്നിട്ടായിരിക്കും എപ്പോഴേ തുടങ്ങിയെന്ന് ചോദിക്കുള്ളൂ. അങ്ങനെ കുട്ടിക്കാലങ്ങളിൽ ഒരു സ്വലാത്തിൻ്റെ ഒരു ജ്വരം വന്നു. വലിയൊരു ബാക്കിയാത്ത സ്വാലിഹത്തിലെത്തിയപ്പോൾ അത് കുറേ വലിയ അനുഭവത്തിൽ കണ്ടു. അങ്ങനെ മലപ്പുറത്ത് വന്ന് അവിടെ പള്ളി കമ്മിറ്റിക്കാരോട് ഒരു സ്വലാത്ത് തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. കമ്മിറ്റിക്കാരും അതിന് കൂട്ടാക്കിയില്ല. കമ്മിറ്റിക്കാർ പറഞ്ഞു, എന്നോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ തുടങ്ങി അത് വലിയ ഉഷാറും മറ്റൊക്കെ ആകും, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മറുക്കുടി കെട്ടിട്ട് പിന്നെ വെളുപ്പ് കത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ ആദ്യം മെഴുകുത്തിരി കത്തണം, പിന്നെ അത് വെളുപ്പാണ്, പിന്നെ അത് ട്യൂബാണ്, പിന്നെ മറുക്കുടിയായിട്ട് ഇങ്ങനെ പോകണം. അപ്പം നിങ്ങളിപ്പം ഇതാക്കിയാൽ നിങ്ങളുള്ള സമയം ഉഷാറാവും, അത് പോയാലത് കിട്ടും. എന്നിരുന്നാലും പിന്നെ ഞാനൊരു ശ്രമം തുടങ്ങി. കുറച്ച് ഇങ്ങനെ തന്ത്രം ഉപയോഗിച്ചു. ഞങ്ങൾ ദർസുള്ള ഒരു സ്വന്തമായിട്ട് സ്വലാത്ത് തുടങ്ങിക്കൂടെ വെച്ച്, നിങ്ങൾ തുടങ്ങിക്കൂടെ, അതിന് കുഴപ്പമൊന്നുമില്ല, ഒരു പെർമിഷൻ കിട്ടാൻ വരെ സത്യത്തിൽ അന്ന് പാടുപെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടുത്തെ മദ്രസയുടെ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഉദ്ഘാടന വേളയിലാണ്, മീലാദ് ആഘോഷ വേളയിലാണ് ഞാൻ അത് പറഞ്ഞത്. ഞാനന്ന് ഉദ്ഘാടകരായ അധ്യക്ഷർ എന്നെ ഗണിച്ചുകൊണ്ട് സംസാരിച്ചു, നമ്മളെ നാടിനെക്കുറിച്ച് അറിയില്ല, നമ്മുടെ നാടിന് ആരംഭ ശൂരതയാണ്, ഇതൊന്നും 1-2 മാസത്തിനപ്പുറം പോകൂല. പക്ഷേ എന്തായിരുന്നാലും അന്ന് എനിക്ക് കിട്ടുന്ന വേദി കല്യാണ സദസ്സുകൾ, മരിച്ചയിടത്ത്, ഇങ്ങനെ തുടങ്ങിയ വേദികളൊക്കെ ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അത് ജനങ്ങളിങ്ങനെ അത്ഭുതങ്ങൾ കണ്ടു. ഇപ്പം എല്ലാ സ്ഥലങ്ങളും പോലും അർത്ഥത്തിൽ പറഞ്ഞ പത്രത്തിൽ ആദ്യമായിട്ട് സ്വലാത്തിനെക്കുറിച്ച് വാർത്തയോ അല്ലെങ്കിൽ സ്വലാത്തിനെക്കുറിച്ചൊരു പരസ്യമോ വന്നിട്ടുണ്ടാകുക മഅദിൻ മേൽമുറി സ്വലാത്ത് മജ്ലിസായിരിക്കും ഉണ്ടാകുക. അതായത് ജനങ്ങൾക്ക് ഇന്ന് ആത്മീയത നഷ്ടപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ഈ ആത്മഹത്യയുടെയും അതുപോലെ തന്നെ എല്ലാ അപജയത്തിൻ്റെയും എല്ലാ പരാജയത്തിൻ്റെയും കാരണം. ആത്മീയമായി അവരെ ശാക്തീകരിക്കലാണ്. അഥവാ ഞങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട്, ഞങ്ങളൊരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല. പുല്ലഞ്ചേരി മാമുട്ടിയാക്ക എന്നൊരാളുണ്ടായിരുന്നു, അദ്ദേഹം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞതാണ്, അയാളും ഭാര്യയും മക്കളും കുട്ടികൾ 10 പേര് ഒന്നായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗുരുട വാങ്ങി പോവുകയാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ റോഡിൽ ചില കുറേ ട്യൂബ് കണ്ടു. അപ്പം എന്താ നോക്കി അവിടെ ഇറങ്ങി. അപ്പം അന്ന് ആ ദുആയിൽ കൂടി അന്ന് അദ്ദേഹത്തിന് തോന്നി, ഞാൻ എന്തിനു വിഷമിക്കണം, എനിക്കിതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ പിന്നെ അദ്ദേഹം ഒരൊറ്റ സ്വലാത്ത് മജ്ലിസും ഇന്നും അയാൾ മരിച്ച ഒരു സ്വലാത്തിൻ്റെ അന്ന് തന്നെയാണ്. അയാളെ മക്കളും കുടുംബം ഇപ്പോഴും എന്നോട് ഈ വിഷയം എന്ത് വിഷയം പറഞ്ഞിട്ട്, അപ്പോൾ 8 മക്കളും ഭാര്യയും ഉപ്പയും കൂടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി
തീരുമാനിച്ചു പോകുന്ന സമയത്ത് അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പലരും വന്ന് പറയാറുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് നൽകേണ്ട ഒരു മനസ്സമാധാനമാണ്. എനിക്കെല്ലാം പറയാനൊരിടമുണ്ട്, എനിക്കെല്ലാം പറഞ്ഞ് കേൾക്കാൻ റബ്ബുണ്ട്, ആ റബ്ബ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കും എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു ഉറപ്പാണ് എല്ലാ വിജയത്തിൻ്റെയും കാരണം.